ഗൈസ് ഗുഡ് മോർണിംഗ്. സേമിയ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ. സാധാരണ ഞാൻ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ ബനാന ക്രീം ചേർക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വൈഫ് ഇതുപോലെ കാരമലൈസ് ചെയ്ത് പഞ്ചസാര ഉരുക്കി കാരമലാക്കിയിട്ട് അതിൽ പാലൊഴിച്ച് അതിനെ ഒന്ന് തിളപ്പിച്ച്, അപ്പോൾ എന്നിട്ട് അതിൽ നന്നായിട്ട് മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വീണ്ടും പാല് ചേർത്ത് നന്നായി പാല് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന എന്താ പറയണേ വെർമിസല്ലി സേമിയ, അത് നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന സേമിയ അതിനകത്തിട്ട് അതും വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നോർമലി നമ്മുടെ പായസങ്ങൾക്ക് ചേർക്കുന്ന അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതും കിസ്മിസ് നെയ്യിൽ വറുത്തതും, അപ്പോൾ അതൊക്കെ അതിൻ്റെ ബാക്കിയുള്ള കൂട്ടായിട്ട് അതൊക്കെ നമ്മൾ ചേർക്കും. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സേമിയ പായസം ഏറ്റവും എളുപ്പമുള്ളതാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. അപ്പോൾ അങ്ങനെ ഒരു സേമിയ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റേ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കും കേട്ടോ, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറുണ്ട്, പിന്നെ പഞ്ചസാര. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി കളർ ഉണ്ടായിരുന്നു ആ ഒരു കാരമലൈസ് ചെയ്തുകൊണ്ടേ. അപ്പോൾ പായസം എന്തുകൊണ്ടും കഴിച്ചവരെല്ലാം സൂപ്പറായിരുന്നു പറഞ്ഞ്. ഓക്കെ, താങ്ക് യു.